മഴക്കാലത്ത് ജനലും വാതിലൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ കാര്യമാണ്. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വർഷത്തിലൊരു തവണ നമുക്ക് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ സാധാരണ രീതിയിൽ 1-2 ജനലുകളൊക്കെ ഒരു തവണ ചെയ്ത ശേഷം വെള്ളം മാറ്റിയിട്ടാണ് ചെയ്യുക. അല്ലാതെ ഒരു വീടിൻ്റെ മൊത്തം ജനൽ തുടയ്ക്കാനായിട്ട് ഒരു വെള്ളം ഒരിക്കലും യൂസ് ചെയ്ത് ഏതെങ്കിലും സോപ്പ് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് സോപ്പ് പൊടി അധികം വേണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നല്ല എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാനും അതുപോലെ തന്നെ നല്ലൊരു വാസന ഉണ്ടാവാനും നമ്മൾ ഇതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് സോപ്പ് പൊടി എടുക്കുക. നല്ല മണമുള്ളതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്ക് വേണ്ട ബേക്കിംഗ് സോഡയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട്. ബേക്കിംഗ് സോഡ നമുക്ക് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം. അധികം വേണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാവും കണ്ടോ. അതിങ്ങനെ ഒന്ന് പതഞ്ഞ് വരണം കേട്ടോ. ഒരുപാട് പതയരുത്, കുറച്ചൊന്ന് പതഞ്ഞ് വരണം. അത് ഈ ബേക്കിംഗ് സോഡ നമ്മൾ ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അഴുക്ക് പോകാനും റൂമിൽ സ്മെല്ലുണ്ടെങ്കിൽ വലിച്ചെടുക്കാനും അഴുക്ക് മെഴുക്ക് കറകളൊക്കെ പോകാനും പൊടിയൊക്കെ പോകാനും ബെസ്റ്റാണ് ബേക്കിംഗ് സോഡ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് അലർജിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലമൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ സാധാരണ നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കാനേക്കാട്ടും ബെസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേ ഒരു തുണി, നല്ലൊരു കോട്ടൺ തുണി എടുക്കുക കേട്ടോ. നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിക്കായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെ, ഓക്കെ. നിങ്ങൾക്ക് വല്ല ഗ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ടൊരു ഗ്ലൗസ് കിട്ടും. അതുണ്ടെങ്കിൽ നമ്മളത് കയ്യിലിട്ടിട്ട് അതങ്ങോട്ട് മുതലേക്ക് മുക്കിയെടുത്താലും മതി. ഇപ്പം ഞാനിത് നനച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തുടച്ചെടുക്കാം. അപ്പോൾ അതേ നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. പുറത്ത് ആദ്യം ഏതെങ്കിലും ഒരു വശത്ത് തുടച്ച ശേഷം ഒന്നില്ലെങ്കിൽ ആദ്യം പുറത്ത് തുടയ്ക്കുക, പിന്നെ ആദ്യം അകത്ത് തുടയ്ക്കുക, പിന്നെ പുറത്ത് പോയിട്ട് ജനലുകളെല്ലാം തുറന്നു വെച്ചിട്ട് അങ്ങനെയും തുടയ്ക്കാം. ഇങ്ങനെ നല്ല രീതിക്ക് നമ്മൾ കണ്ടാൽ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ തവണ ആക്കിയാൽ മതി. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കി ഇത് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ, ഇതിൽ മറ്റേ പൊടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഇതിൽ പോരും. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചെയ്ത് നോക്കാൻ നല്ല എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. നമ്മളൊരാളെ നിർത്തി ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു 1000 രൂപ 1500 രൂപ 2 ദിവസമെങ്കിൽ തുടയ്ക്കാൻ. നമ്മൾ തന്നെ ഓരോ ദിവസം ഓരോരോ ജനൽപ്പാളി വെച്ച് ചെയ്യണമെങ്കിൽ ആ കാശ് നമുക്ക് ലാഭിച്ചെടുക്കാൻ പറ്റും. നോക്കി ഇപ്പം ഞാൻ ഈ കമ്പികൾ മാത്രം തുടച്ചെടുത്തിട്ട് കണ്ടോ. ഇങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ മെല്ലെ 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 ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മടുപ്പ് വന്നു പോകും. ഓരോരോ ജനൽ ഒരു ദിവസം മാത്രം ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മടുപ്പുണ്ടാവില്ല. ഇവിടെയൊക്കെ പൊടി ഭയങ്കര കൂടുതലാണ്. മാറാല പൊടി എല്ലാം കൂടുതലാണ് കണ്ടോ. ഈ ഒരൊറ്റത്തിൽ തന്നെ ഈ ഒരു കളർ തുണി എടുത്തുകൊണ്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതിൽ അഴുക്ക് വരുന്നുണ്ടെങ്കിൽ. പിന്നെ അത് ഈ മാറാലയൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോ, മാറാല പോലെ സാധനങ്ങളൊക്കെ നമുക്കതിൽ പോരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് മടിയാണെങ്കിൽ മോപ്പ് നമുക്ക് മുക്കിയിട്ട് മോപ്പിലാണെങ്കിൽ ചെയ്തെടുക്കുക. പക്ഷേ മോപ്പ് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്നതിന് ആ ഒരു എഫക്റ്റ് നമുക്കിതിന് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടമായെങ്കിൽ അതിനുശേഷം നമ്മൾ ജനൽ തുറന്ന് വെച്ചിട്ട് ജനലിൻ്റെ കതക് ആ ഒരു ഡോറിൻ്റെ വശങ്ങളും തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം.